നിങ്ങളല്ലേ സമ്മാനം അടിച്ച ലോട്ടറിയുമായിട്ട് കടയിൽ വന്നതിലൊരാൾ? സുശീല എന്നല്ലേ നിങ്ങളുടെ പേര്? കൂടെ ഉണ്ടായിരുന്ന മേഡത്തിന്റെ പേരെന്തായിരുന്നു? അത് ഹർഷനായിരിക്കും. ലോട്ടറി നാടകം പൊളിയുന്നു. നിന്റെ കഴുത്തിൽ താലി കിട്ടിയ നിന്റെ ഭർത്താവല്ലേ ശേഖരൻ? ആ താലി ഞാൻ അറുത്ത് കളഞ്ഞതോടെ എന്റെ മനസ്സിലും അയാൾ ചത്തു. എന്റെ സ്വസ്ഥത തകർക്കാൻ വന്നത് അയാള്. ശേഖരൻ അവിടുന്ന് ഗത്യന്തരം ഇല്ലാതെ ഇറങ്ങിപ്പോവും. മാഷ് നോക്കിക്കോ. ശേഖരനെ എങ്ങനെയും ഒഴിവാക്കുമെന്ന് മാഷിനെ വെല്ലുവിളിച്ച് സുശീല. കന്യാദാനം ഇന്ന് രാത്രി 7:30. എന്റെ മുറിയുടെ ജനലിലെ ഞാനൊരു നിഴല് കണ്ട്. എന്നെ നശിപ്പിച്ചിട്ട് അമ്മയ്ക്ക് ഇവിടെ എന്തും ചെയ്യാൻ പറ്റൂ. ഇവിടെ താമസിക്കുന്ന ഒരാളെങ്കിലും തൊടാൻ പറ്റൂ. അഞ്ച് സുന്ദരികൾ ഇന്ന് രാത്രി 9:30. മിന്നാരം വെയിലിൽ കണ്ണാടിച്ചിറകിൽ ഇന്നോളം കാണാ തീരം തേടുകയാ. നീ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന കുടുംബം നിന്റെ കൈവിട്ട് പോവാൻ പോവാ. കൈനോട്ടക്കാരുടെ പ്രവചനങ്ങൾ പാറുവിന്റെ മനസ്സിൽ ചലനം സൃഷ്ടിച്ചു. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാവും. അതിനുവേണ്ട തീരുമാനങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞു. പാറുവിന്റെ മനസ്സിൽ എന്ത്? എല്ലാവരോടും അകലം പാലിച്ച് മനസ്സിൽ ഉറപ്പിച്ച കാര്യം ചെയ്യാൻ പാറുവിന് കഴിയുമോ? കാണുക 2026 ജൂലൈ 7 ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക്. ചട്ടമ്പി പാറു ഇന്ന് രാത്രി 7 മണിക്ക്. അനങ്ങാതെ നിൽക്ക്, ഞാൻ എടുത്തോളാം. ചന്ദ്രയുടെ കളികൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ദേവിക. ഇപ്പോ ഈ നിമിഷം സിദ്ധു എന്റെ കഴുത്തിൽ താലി കെട്ടും. കാണണോ നിനക്ക്? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസിനെ കൊണ്ടുവരുമോ? ഒരിക്കലും അതിന് പറ്റില്ല. ഹൃദയത്തിൽ ഇനി ദേവികയുടെ ദിവസങ്ങൾ. ഹൃദയം ഇന്ന് രാത്രി 10 മണിക്ക്. ഈ ഫയലില് എങ്ങനെ ബ്ലാങ്ക് പേപ്പർ വന്നു എന്ന് എനിക്കറിയാം. മേഡത്തെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ കാണുന്നത്. സ്റ്റോപ്പ് ഇറ്റ്. എന്റെ ഭാര്യ പ്രതികാരം ചെയ്തെന്ന് പറഞ്ഞല്ലോ. ആരോടാ മേഡം പ്രതികാരം ചെയ്തേ? നിന്നോട് തന്നെ. പെയ്തൊഴിയാതെ ഇന്ന് വൈകുന്നേരം 6:30. ഗംഗയുടെ ചതിപ്രയോഗം ലക്ഷ്യം കണ്ടു. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നത്. അറിയില്ല. ഇങ്ങനെ സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു ആപ്പിൾ കഴിച്ചിരുന്നു. ശിക്ഷ ഏറ്റുവാങ്ങുന്നത് ആര്? നന്ദിനിയോ സൂര്യ? സ്വയംവര പന്തൽ ഇന്ന് രാത്രി 8 മണിക്ക്. ഹായ് ആര്യൻ, ഇത് അവൾ തന്നെയാ. ഇന്ന് രാത്രി അവൾ തീർന്നിരിക്കും. വെയില് തന്നെ വിളവ് തിന്നുന്ന കാഴ്ച കണ്ടിട്ട് കരയാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തേന്മാവിൻ കൊമ്പത്ത് ഇന്ന് രാത്രി 9 മണിക്ക്. വിക്രമദേവൻ രൂപനഗരത്തിലെ രാജാവിന്റെ നാമം ഉദ്ഘോഷിക്കാൻ പോകുന്നു. കുമാരന് സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള സമയമാഗതമായിരിക്കുകയാണ്. അഥവാ എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ഉടവാളെടുത്ത് പ്രയോഗിക്കേണ്ടി വന്നാൽ അതിന് സാധിക്കുമോ നിനക്ക്? അധികം വൈകാതെ നാം ഈ രൂപനഗരത്തിനു മേൽ ആക്രമണം നടത്തും. അതിനു മുമ്പ് ആ പിശാചിന്റെ ദൂതനെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. രൂപവതി ഇന്ന് വൈകുന്നേരം 6 മണിക്ക്.